നേഗം ഹോസ്പിറ്റലിൽ എപ്പോഴും പേഷ്യൻസിന്റെ തിരക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവിടേക്ക് കൂടുതൽ ആക്സിഡന്റ് കേസ്, സീരിയസ് കേസുകളെ വരികയുള്ളൂ. ഇന്നും അതേപോലൊരു ആക്സിഡന്റ് കേസ് ഹോസ്പിറ്റലിലേക്ക് വന്നു. പേഷ്യന്റ് രക്തത്തിൽ കുളിച്ചിരുന്നു. നഴ്സ് സുരേഖ പേഷ്യന്റിനെ കാണാനായി ആ സ്ഥലത്തിലേക്ക് വന്നു. പേഷ്യന്റിന് ബോധമില്ലായിരുന്നു. പക്ഷെ അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം വന്നുകൊണ്ടേയിരുന്നു. ഇത് കണ്ട് നഴ്സ് സുരേഖ ഭയങ്കരമായി ചിരിച്ചുകൊണ്ടേ ആ പേഷ്യന്റിന്റെ ബോഡിയിലെ രക്തം നക്കിക്കൊണ്ടേയിരുന്നു. അപ്പോഴാണ് ഡോക്ടർ ശർമ്മ എമർജൻസി വാർഡിൽ വന്നത്. സുരേഖ അങ്ങനെ രക്തം കുടിക്കുന്നത് കണ്ട് അദ്ദേഹം ഒരുപാട് ഷോക്കായി. സുരേഖ, സുരേഖ, നീ എന്താ ചെയ്യുന്നത്? ദാഹമായിരുന്നു, അതുകൊണ്ടാണ് രക്തം കുടിച്ചുകൊണ്ടിരുന്നത്. നീ എന്താ പ്രേതമോ? ഇങ്ങനെ ചോരയൊക്കെ കുടിക്കുന്നു? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാനാണ് രക്തബീജ പിശാച്. സുരേഖ പ്രേതരൂപത്തിലേക്ക് മാറി. അവളുടെ നാക്ക് ഇപ്പൊ വലുതായിരുന്നു. അത് പുറത്തു വന്ന് ഇപ്പൊ പേഷ്യന്റിന്റെ രക്തം നക്കിക്കൊണ്ടിരുന്നു. ഡോക്ടർ ശർമ്മ ഇപ്പൊ സുരേഖയെ പ്രേതമായി കണ്ട് ഡോക്ടർ ശർമ്മ പേടിച്ചു പോയി അവിടുന്ന് പുറത്തേക്ക് പോയിരുന്നു. രക്തബീജ പിശാച് അവളുടെ നാക്ക് വലിച്ചു നീട്ടി ഡോക്ടറിന്റെ കഴുത്തിനെ ചുറ്റിപ്പിടിച്ചു. നീ എനിക്ക് രക്തം താ, ഞാൻ നിനക്ക് വിമോചനം നൽകാം. നീ ഇതാരോടെങ്കിലും പുറത്തു പറഞ്ഞാൽ ഞാൻ നിന്റെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കും. രക്തബീജ പിശാച് ഡോക്ടർ ശർമ്മയെ വിട്ടു. ഡോക്ടർ ശർമ്മ തലകറങ്ങി താഴെ വീണു. രക്തബീജ പിശാച് വീണ്ടും പേഷ്യന്റിന്റെ രക്തം നക്കിക്കൊണ്ടേയിരുന്നു. അടുത്ത ദിവസം രാവിലെ നഴ്സ് സുരേഖ ഡോക്ടർ ശർമ്മയുടെ ക്യാബിനിലേക്ക് വന്നു. ഡോക്ടർ ശർമ്മ വിഷമിച്ചിരുന്നു കൊണ്ടിരുന്നു. ഡോക്ടർ, നിങ്ങൾ പോകാണെന്ന് ഞാൻ അറിഞ്ഞു. അതെ, എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. ഇനി നിങ്ങൾക്ക് ഇവിടെ സന്തോഷമായി ജീവിക്കാം. എന്താ പറയുന്നേ? നീ അഭിനയിക്കണ്ട, നിന്റെ യഥാർത്ഥ രൂപം ഞാൻ കണ്ടതാ. നീയൊരു പ്രേതമാ. ഡോക്ടർ ശർമ്മ അദ്ദേഹത്തിന്റെ ബാഗ് എടുത്ത് അവിടുന്ന് പുറപ്പെട്ടു പോയി. സുരേഖ വീണ്ടും അവളുടെ രൂപത്തെ രക്തബീജയുടെ രൂപത്തിൽ മാറ്റി. ഞാനിപ്പോ സ്വതന്ത്രമായി രക്തം കുടിക്കാം. ഇന്നൊരു ആക്സിഡന്റ് കേസും വന്നേയില്ല. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിന്റെ ബ്ലഡ് ബാങ്കിൽ ചെല്ലണം. ആ സ്ഥലത്ത് മൊത്ത രക്തമായിരിക്കും. ഞാൻ ഇഷ്ടം പോലെ കുടിക്കും. രക്തബീജ വീണ്ടും സുരേഖയായി മാറി. പിന്നെ ക്യാബിനിൽ നിന്ന് പുറത്തു വന്ന് ബ്ലഡ് ബാങ്കിന്റെ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരുന്നു. രക്തബീജ പ്രേതം നഴ്സ് സുരേഖയുടെ രൂപത്തിൽ ഹോസ്പിറ്റൽ മുഴുവനും ചുറ്റി ചുറ്റി രക്തത്തെ കുടിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിന്റെ ബ്ലഡ് ബാങ്ക് കാലിയായിരുന്നു. ഹോസ്പിറ്റലിലെ സ്റ്റാഫ്സ് എല്ലാം പരസ്പരം രക്തം മോഷ്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനെക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാൻ പോലീസ് സ്റ്റേഷനിലേക്കും ചെന്നു. നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഡോക്ടർ? ഹോസ്പിറ്റലിൽ ബ്ലഡ് മോഷണം പോകുന്നെന്നോ? അതെ ഇൻസ്പെക്ടർ സാർ, ഇവിടെ ഹോസ്പിറ്റലിലെ ബ്ലഡ് 2 ദിവസമായി കാലിയാകുന്നു. നിങ്ങളുടെ സ്റ്റാഫ് ആരെങ്കിലും ആയിരിക്കും മോഷ്ടിച്ചത്. അറിയില്ല അത് കള്ളനാണോ അതോ പ്രേതമാണോ എന്ന്. ഓ, ഡോണ്ട് വറി ഡോക്ടർ, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എന്തായാലും വന്നില്ലേ? പോലീസ് ഉറപ്പായും ആ മോഷ്ടാവിനെ പിടികൂടും. ഇൻസ്പെക്ടർ ഹോസ്പിറ്റലിൽ നടന്ന ഈ കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ കള്ളനെ കണ്ടുപിടിക്കാനുള്ള പ്ലാനും ഇട്ടു. സുരേഖ ഇതൊന്നും അറിയാതെ രക്തം അന്വേഷിച്ച് മോർച്ചറി മുറി വരെ എത്തി. പിന്നെ മരിച്ചു പോയവരുടെ രക്തം കുടിച്ചുകൊണ്ടേയിരുന്നു. ഹോസ്പിറ്റലിൽ ബ്ലഡ് കുറഞ്ഞതുകൊണ്ട് ബ്ലഡ് ഡൊണേഷൻ നടത്താൻ അപ്പീൽ കൊടുത്തു. ആ ഹോസ്പിറ്റലിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവരുടെ തിരക്കായിരുന്നു. ഹോസ്പിറ്റലിന്റെ മുന്നിൽ ഒരു ആംബുലൻസ് വന്ന് നിന്നു. അത് ആക്സിഡന്റായ ഒരു എമർജൻസി കേസ്. ആ പേഷ്യന്റിനെ വേറെ ഹോസ്പിറ്റലിൽ മാറ്റണം. പേഷ്യന്റ് ആംബുലൻസിൽ കിടന്നുകൊണ്ടിരുന്നു. ആ പേഷ്യന്റിന്റെ ഒപ്പം സുരേഖയെ അയച്ചു. സുരേഖ ആംബുലൻസിൽ വന്നിരുന്നു. അവൾ ആ പേഷ്യന്റിനെ കണ്ട് ഒരുപാട് ഷോക്കായി. ആ പേഷ്യന്റ് ഡോക്ടർ ശർമ്മയാണ്. ആംബുലൻസ് വേഗത്തിൽ പോയിക്കൊണ്ടിരുന്നു. അയ്യോ, ഇത് ഡോക്ടർ ശർമ്മയല്ലേ? ഇദ്ദേഹം വളരെ നല്ലതാ. ഇദ്ദേഹത്തിന് എങ്ങനെ ആക്സിഡന്റ് പറ്റി? ആംബുലൻസിന്റെ ഉള്ളിൽ ഒരു ബ്ലഡ് ബോട്ടിൽ ഉണ്ടായിരുന്നു. അത് കണ്ടതും സുരേഖ ഒരുപാട് സന്തോഷിച്ചു.
അവൾ രൂപം മാറ്റി രക്തബീജ പ്രേതമായി മാറി. രക്തം നിറഞ്ഞ ബോട്ടിൽ. ആഹാ, ഡോക്ടർ ശർമ്മ, എന്റെ ജോലി എളുപ്പമായി. ആംബുലൻസ് ഒരു ആശ്രമത്തിന്റെ അടുത്ത് വന്ന് നിന്നു. ആ ആംബുലൻസ് ഓടിച്ചു കൊണ്ടുവന്ന ഇൻസ്പെക്ടർ വേഗം വന്ന ആംബുലൻസിന്റെ വാതിൽ തുറന്നു. ഡോക്ടർ ശർമ്മ ആ ബ്ലഡ് ബോട്ടിൽ പിടിച്ച് താഴേക്കിറങ്ങി. ആ ബോട്ടിലിൽ രക്തബീജ പിശാച് അടയ്ക്കപ്പെട്ടിരുന്നു. ആശ്രമത്തിലെ സ്വാമിജി ആംബുലൻസിനടുത്ത് വന്നു. ഇൻസ്പെക്ടർ സാർ, ആ പ്രേതത്തിന്റെ ആത്മാവ് ഈ ബോട്ടിലുണ്ട്. ആ കൊള്ളാമല്ലോ ഡോക്ടർ, നിങ്ങൾ ഞങ്ങളുടെ ജോലി വളരെ ഈസിയാക്കി മാറ്റി. അതെ അതെ, നിങ്ങൾ രണ്ടുപേരും ചെയ്തത് നന്നായി. ഇനി എന്റെ ജോലിയാണ്. ആ കുപ്പി എന്റെ കയ്യിൽ തരൂ. സ്വാമിജി ആ ഡോക്ടറുടെ കയ്യിൽ നിന്ന് ബോട്ടിൽ വാങ്ങി മന്ത്രങ്ങൾ പഠിക്കാനായി തുടങ്ങി. അത് കഴിഞ്ഞ് അതിന്റെ അടപ്പ് തുറന്നു. ബോട്ടിലിൽ നിന്ന് രക്തബീജ പിശാച് പുറത്തു വന്നു. സ്വാമിജി മന്ത്രങ്ങൾ പറഞ്ഞ് പ്രേതത്തിന്റെ മേൽ ഉഫെന്നൂതി. പ്രേതം ആ മാന്ത്രിക ശക്തിക്കുള്ളിൽ അടയ്ക്കപ്പെട്ടു. അത് കഴിഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി. ഡോക്ടർ ശർമ്മ, നീ ചെയ്തതൊട്ടും ശരിയല്ല. ഞാൻ നിന്റെ രക്തം കുടിച്ചേ തീരൂ. പിന്നെ നിന്റെ കുടുംബത്തെയും കൊന്നുകളയും. ഒരുപാട് പേരുടെ ചോര നീ കുടിച്ചു. ഇപ്പോൾ നിന്റെ നാശത്തിന്റെ സമയം അടുത്തിരിക്കുന്നു. സ്വാമിജി, ആ പ്രേതത്തിന്റെ കയ്യിൽ നിന്നും നഴ്സ് സുലേഖയെ നിങ്ങൾ രക്ഷിക്കൂ, അല്ലെങ്കിൽ അവളും മരിച്ചു പോകും. സ്വാമിജി വീണ്ടും മന്ത്രം ചൊല്ലി പ്രേതത്തിന്റെ മേൽ ഉഫെന്ന് ഊതി. ആ പ്രേതത്തിൽ നിന്ന് സുരേഖ മോചിതയായി. ഇപ്പൊ സുരേഖ ആദ്യത്തെ പോലെ നോർമലായി മാറി. സ്വാമിജി, ഈ പ്രേതം എന്റെ ജീവിതം തന്നെ നശിപ്പിച്ചു. എന്നെ പോലെ ഒരു വെജിറ്റേറിയനെ രക്തം കുടിക്കുന്ന രക്തബീജമായി മാറ്റി. അവളെ കത്തിച്ച് ചാമ്പലാക്കൂ. അതെ, ഇപ്പോൾ ആ പ്രേതം കാറ്റിനോട് അലിഞ്ഞു ചേരാൻ പോകുന്നു. സ്വാമിജി ആ രക്തബീജ പിശാചിനെ വീണ്ടും ആ ബോട്ടിലിൽ അടച്ചു വെച്ചു. പിന്നെ ആ കുപ്പി ഹോമകുണ്ഡത്തിലിട്ട് ആ രക്തബീജ പിശാചിനെ ഭസ്മമാക്കി. സുരേഖ സ്വാമിജിയുടെ അനുഗ്രഹം വാങ്ങി നിഗം ഹോസ്പിറ്റലിൽ വീണ്ടും ജോലിക്ക് ചേർന്നു. ഡോക്ടർ ശർമ്മയും നിഗം ഹോസ്പിറ്റലിലേക്ക് വീണ്ടും ചേർന്നു. നിഗം ഹോസ്പിറ്റൽ ഇപ്പൊ രക്തബീജ പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് മോചനം കിട്ടിയിരുന്നു.